ശരി, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് വന്നേ. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് വെയർ റെപ്രസെൻറ്റഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വിവിധ കമ്മ്യൂണിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യപ്പെടത്തക്ക തരത്തിലാണ് സീറ്റുകൾ അലൊക്കേറ്റ് ചെയ്തിരുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, നമുക്ക് പക്ഷേ വേണ്ട എന്താണ്? തെറ്റായിട്ടുള്ള ചോദ്യമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. നോട്ടാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും മുസ്ലിംസ്, സിഖ്സ്, ജനറൽ ഇങ്ങനെയായിരുന്നു ക്ലാസിഫിക്കേഷൻ. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് അവർക്ക് സീറ്റ് അലക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഗിവൺ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ STV മാർക്ക് പ്രകാരം അവർക്ക് എന്ത് ചെയ്യണം? വോട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് രീതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന എയും എലിമിനേറ്റ് ചെയ്യണം, ഡൽഹി എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ സിയും എലിമിനേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടി. ആൻസർ ഏതാണ്? ബോംബെ ആണ്. അപ്പം 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ, അടുത്ത നോക്കൂ. പ്രിൻസിലി സ്റ്റേറ്റിന് പ്രാതിനിധ്യം ഇല്ലായിരുന്നു എന്നുള്ളത്. പ്രിൻസിലി സ്റ്റേറ്റിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കാരണം നമ്മളൊരു ഇന്ത്യൻ യൂണിയന് വേണ്ടിയല്ലേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാൻ പോകുന്നത്. 93 സീറ്റുകളാണ് പ്രിൻസിലി സ്റ്റേറ്റുകൾക്കായിട്ട് മാറ്റിവെച്ചത്. എത്രയാണ്? 93 സീറ്റുകൾ. 93 സീറ്റ്സ് വെയർ ആക്ച്വലി അലക്കേറ്റഡ് ടു ഓൾ ദീസ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ കൺസൾട്ടേഷനിലൂടെ തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു. പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൂടെ വിളിച്ചിട്ട് കൺസൾട്ടേഷനിലൂടെ തീരുമാനിക്കാം. അവർക്കായിട്ട് 93 സീറ്റ്. പക്ഷേ ഈ പറയുന്ന പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആർക്കേ ഉള്ളൂ? പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രൊവിൻസുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് 93 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിലി സ്റ്റേറ്റ്സിന് റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ള പ്രസ്താവന തെറ്റാണ്. പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തെറ്റാണ്. നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വേണ്ടത്. അടുത്ത, ബോത്ത് മഹാത്മാഗാന്ധി ആൻഡ് MA ജിന്ന വെയർ മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. മഹാത്മാഗാന്ധിയും ജിന്നയും തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ജിന്നയും മഹാത്മാഗാന്ധിയും തുടക്കത്തിലും ഒടുക്കത്തിലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഹാത്മാഗാന്ധി ആൻഡ് MA ജിന്ന വെയർ മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തെറ്റാണ്. അവർ രണ്ടുപേരും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എന്തായിരുന്നില്ല? അംഗങ്ങളായിരുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗത്വം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഏതൊക്കെയാണെന്ന് മനസ്സിലായി.